ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സേവ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ കാർഡ് ഡിസൈൻ ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോസൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാം നോക്കിയാലും അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നോക്കിയാലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നിക്കാവും അതുപോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ ഈ ഒരു കാർഡ് അതെങ്ങനെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇത് നല്ല സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഡ്രോയിങ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നല്ല രീതിയിലുള്ള ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ എഡിറ്റ് ചെയ്ത് ഇതുപോലെ സ്റ്റോറി ആക്കിയിടാം. ഫ്രണ്ട്സിൻ്റെ ഒക്കെ കല്യാണത്തിന് ഇതുപോലെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ ഒരു എഡിറ്റിങ് കാര്യങ്ങളെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യേണ്ട. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും, എത്ര എഡിറ്റിംഗ് അറിയാത്തവർക്ക് വേണമെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വെഡ്ഡിങ്ങിൻ്റെ അതുപോലെ തന്നെ നിക്കാഹിൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. പലർക്കും പരിചയമുള്ള ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. വളരെ പെട്ടെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണും. അതിൽ നിങ്ങൾക്ക് ടൂൾസ് കൊടുത്തിട്ട് ഏതൊക്കെ സൈസിൽ വേണമെന്നുള്ളത് ഇവിടെ കൊടുക്കും. ഞാനിപ്പോൾ സ്ക്വയറാണ് സെലക്ട് ചെയ്യുന്നത്, അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. സ്റ്റിക്കർ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക ഏറ്റവും മുകളിൽ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫ്രെയിമുകൾ വരും. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഈ ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ചുകൂടെ നല്ല സൈസിലാക്കി കൊടുക്കുക. ഈ ഒരു ഫസ്റ്റ് ടൈം ചെറിയൊരു സൈസിലാണ് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഗൂഗിളിൽ പോയിട്ട് ഇതുപോലെ വെഡ്ഡിങ് കാർട്ടൂൺ എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് കാർട്ടൂൺസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ സെലക്ട് ചെയ്യാം. ഒരുപാട് കാർട്ടൂണിൽ നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ഈ ഒരു കാർട്ടൂൺ സെലക്ട് ചെയ്തു. അതിനുശേഷം സ്ക്രീൻഷോട്ട് എടുത്തു. അത് നെക്സ്റ്റ് ഈ ഒരു ഏഡ് ഫോട്ടോ കൊടുത്തു. അതിൽ ഈ ഒരു കാർട്ടൂൺ സെലക്ട് ചെയ്തു. ഇത് ക്രോപ്പ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് മുകൾ ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്രെയിം എടുക്കുന്ന സമയത്ത്, അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വേറെ കളറാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ ആ ഒരു കളറുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ എടുക്കുക. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ എടുത്ത ഫോട്ടോത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ കളറാണെങ്കിൽ ഈ ഒരു ഫോട്ടോ കാണാൻ ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെയിം കളർ തന്നെ എടുക്കുക. അധികം വൈറ്റ് എടുക്കാൻ ശ്രമിക്കുക, എങ്കിലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മോഡൽ തോന്നിക്കും. അതിനുശേഷം കുറച്ച് ഈ ഒരു രീതിയിൽ സൈസ് ആക്കിയതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ലെയറിൽ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ഡൗൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഏറ്റവും താഴെയായിട്ട് പോയത് കാണാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇവിടെ നെയിം കൊടുക്കേണ്ടതുണ്ട്. അതിന് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ നോ നെയിം എന്നാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആരാണോ കല്യാണത്തിൻ്റെ ആളെന്നുള്ളത് അവരുടെ നെയിം കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കണം. അവിടെ മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചുകൂടെ സൈസ് കൂട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് ഫോണ്ടുകൾ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫോണ്ട് സെലക്റ്റായി. നെക്സ്റ്റ് നമുക്ക് ഒരു സേവ് ദ ഡേറ്റ് എന്നുള്ളത് ഒരു ലോഗോ കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സേവ് ദ ഡേറ്റ് എന്ന് സെർച്ച് ചെയ്യുക സ്റ്റിക്കർ എടുത്തതിന് ശേഷം. ഇതുപോലെ ഒരുപാട് ലോഗോസ് കാണാൻ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു സേവ് ദ ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു സൈഡിൽ കൊണ്ടുവച്ചു. നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടമുള്ളത്, എവിടെയാണോ നല്ല ഭംഗി തോന്നുന്നതെന്നുള്ളത് അവിടെ കൊണ്ടുവെക്കാം. നെക്സ്റ്റ് നമുക്ക് ഡേറ്റ് കൊടുക്കുക.
ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡേറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതും അതുപോലെ തന്നെ ടെക്സ്റ്റ് വൈറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. നിങ്ങൾ ഇതിൽ സ്ട്രോക്ക് എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യുമ്പോൾ അവിടെ അതിനൊരു ബ്ലാക്ക് കളറൂടെ വരുന്നത് കാണാം. അതിനുശേഷം ഷാഡോ എന്നുള്ളത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ടെക്സ്റ്റുകൾ എത്രത്തോളം എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ലൈറ്റ് കാര്യങ്ങളൊക്കെ വേണം, അതായത് സെയിം ആ ഒരു സേവ് ദ ഡേറ്റ് പോലെ തന്നെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. നോർമലായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇനി കുറച്ചുകൂടെ അവരുടെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാർട്ടൂണിൽ നമുക്ക് ഹെഡ് കട്ട് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അതായത് കാണിച്ചു തരാം. നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഏത് ഫോട്ടോ ആണോ വേണ്ടതെന്നുള്ളത്, ഞാനിപ്പോൾ ഒരു ഫോട്ടോ മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ടൗട്ട് എന്നുള്ളത്, അത് സെലക്ട് ചെയ്യാം. അതിന് ശേഷം ഇവിടെ പേഴ്സൺ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഹെഡ് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടും. നമ്മൾ സാധാരണ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ പേഴ്സൺ എന്ന് കൊടുത്താൽ ആരാണോ ഫോട്ടോത്തിലുള്ളത് അത് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക. അപ്പം ഇതുപോലെ കിട്ടും. ഇതുപോലെ ആയാൽ കറക്റ്റ് ആ ഒരു ഹെഡിന് നേരെ വെച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു സൈസൊക്കെ ഒപ്പിച്ച് കൊടുക്കുക. ഇതിന് ശേഷം മുകളിൽ കാണുന്ന ഇറേസർ എടുത്തിട്ട് നമുക്കിത് മായ്ച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗങ്ങളൊക്കെ മായ്ച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് നിങ്ങൾ മായ്ച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ആനിമേഷൻ പിക്ക് പോലെ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. പക്ഷേ ഡ്രോയിങ് ചെയ്യുന്നത് നല്ല രീതിയിൽ അറിയാമെങ്കിൽ മാത്രമേ ചെയ്താൽ അത് കാണാൻ ഭംഗിയുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.